പ്രവേശിക്കാൻ അനുവദിക്കുമെന്ന് സംഘാടകർ അറിയിക്കുന്നുണ്ട്. ട്രാക്കിൽ ഹീൽസ് മത്സരം കഴിഞ്ഞ് ട്രാക്കുകളുടെ സൈഡിൽ മറ്റു വള്ളങ്ങൾക്ക് അനുകൂലമായി ആർപ്പിടാൻ കിടക്കുന്ന വള്ളങ്ങളെ അവിടുന്ന് മാറ്റണമെന്ന് സംഘാടകരും അമ്പയർമാരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ആ കളിവള്ളങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് മുതൽ മാറ്റണമെന്ന് അറിയിക്കുന്നു. മൈക്ക് ഓപ്പറേറ്ററുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായി ഫിനിഷിംഗ് പോയിന്റിലുള്ള ഫീഡ്ബാക്ക് മൈക്ക് കട്ടായി പോവുകയാണ്. അതിനുള്ള കട്ടാകാതിരിക്കാനുള്ള ക്രമീകരണം ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത മത്സരം നടക്കുന്നത് ഏറെ വാശിയുള്ള മത്സരമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ചുണ്ടൻ വള്ളങ്ങളും ചെറുവള്ളങ്ങളും ട്രാക്കിലേക്ക് പ്രവേശിക്കരുതെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ട്രാക്കിലുള്ള 9-ാം നമ്പർ വള്ളം അവിടെ നിന്ന് കുറച്ചുകൂടെ മാറ്റിയിടണമെന്നും ഓർമ്മിപ്പിക്കുന്നു. ഈ ഫിനിഷിംഗിലെ പോളിൽ കിടക്കുന്ന വള്ളങ്ങള് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് മാറിയാൽ മാത്രമേ അതിന്റെ ക്യാമറയ്ക്കുള്ള ക്രമീകരണം പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റണമെന്ന് അറിയിക്കുന്നു. ഒന്നാം ട്രാക്കിൽ കിടക്കുന്ന വള്ളങ്ങൾ അവിടെ നിന്ന് മാറ്റണം. ദയവായി നിങ്ങളൊന്ന് മാറ്റി. നമ്മളിത് അനൗൺസ് ചെയ്താൽ വലിയ പ്രശ്നങ്ങളാകും. അതുകൊണ്ട് അതിന് സ്വല്പം മാറ്റി. മേൽപ്പാടും സെന്റ് ജോർജും പായിപ്പാടും ആയാവർമ്മ വലിയ തമ്മിലുള്ള ഉജ്ജ്വലമായ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അപ്പർ കുട്ടനാടിന്റെ ഈ ട്രാക്കിൽ നിറഞ്ഞു നിൽക്കുന്ന മത്സരം. 4 ചുണ്ടൻ വള്ളങ്ങൾ 4 ട്രാക്കിലുകളായി ഇരുകരകളിലും നീങ്ങി നിൽക്കുന്ന ആയിരങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് 4 പേർ. ആരാണ്? മേൽപ്പാടമുണ്ട്, സെന്റ് ജോർജ് ഉണ്ട്, പായിപ്പാടനുണ്ട്, ആയാവർമ്മ പാണ്ടിയുണ്ട്. വള്ളങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ 4 ജലരാജാക്കന്മാർ ഈ രണ്ടാമത് അപ്പർ കുട്ടനാടിന്റെ ഓളപ്പരപ്പിൽ പങ്കായങ്ങൾ കുത്തിയെറിഞ്ഞ് കുത്തി അമർത്തി നീട്ടി വലിച്ച് ഈ കുഞ്ഞോളങ്ങളെ കീറി മുറിച്ച് പമ്പയെ 2ആയി 4ആയി പകുത്തെറിഞ്ഞുകൊണ്ട് അവരെങ്ങനെ കടന്നു വരികയാണ്. എത്ര സുന്ദരമായ മത്സരം! ഒന്നാം ട്രാക്കിലൂടെ മേൽപ്പാടം ബോട്ട് ക്ലബിന്റെ മേൽപ്പാടമാണോ, അതോ 4ആം ട്രാക്കിലെ ആയാവർമ്മ പാണ്ടിയാണോ, അതോ പായിപ്പാടനാണോ 3ആം ട്രാക്കിലൂടെ കടന്നു വരുന്നെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ ഈ ഓളങ്ങളിൽ നിന്ന് വെള്ളി ഉരുക്കി അടിച്ചത് ജലമിങ്ങനെ തുള്ളിക്കളിക്കുമ്പോൾ തുഴയൊന്ന് ഉയർന്നു പൊങ്ങുന്നത് കാണാം. അപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ല. കാരണം അത്ര മനോഹരമായ, അത്ര സുന്ദരമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 4 ജലരാജാക്കന്മാർ, അതിൽ സെന്റ് ജോർജ് നെരണം ബോട്ട് ക്ലബിന്റെ സെന്റ് ജോർജ് പിന്നോട്ട് പോയെങ്കിൽ 3 വള്ളങ്ങളും മേൽപ്പാടവും പായിപ്പാടും ആയാവർമ്മ പാണ്ടിയും തമ്മിലുള്ള ഒരിഞ്ഞ പോരാട്ടം വരുന്ന നെഹ്റു ട്രോഫിയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞയെടുക്കുന്നതിന് വേണ്ടിയുള്ള മത്സരമാണ്. മേൽപ്പാടത്തിന്റെ ജനങ്ങൾ ഈ 1ആം ട്രാക്കിലൂടെ കടന്നു വരുന്ന മേൽപ്പാടത്തിന് ആരവങ്ങൾ മുടക്കിക്കൊണ്ട് ചെറുവള്ളങ്ങളിൽ ഇങ്ങനെ ആവേശം വാരി വിതറിക്കൊണ്ട് ആബാലവൃദ്ധ ജനങ്ങളും ഇരുകരകളിൽ നിൽക്കുന്ന ആയാവർമ്മ പാണ്ടിയെ ആണോ, UBC ആണോ, അതോ പായിപ്പാടനാണോ, ആലപ്പുഴ ടൗൺ ആണോ? മേൽപ്പാടം ബോട്ട് മേൽപ്പാടം മുൻപോട്ട് കുതിക്കുകയാണ്. കന്നിയംഗത്തിന് വന്ന കന്നിക്കൊയ്ത്തുകാരന് യുവത്വത്തിന്റെ പ്രതീകമായ മേൽപ്പാടത്തിന്റെ അഭിമാനമായ മേൽപ്പാടം കുതിച്ചു വരികയാണ്. മേൽപ്പാടം അങ്ങ് 3ആം ട്രാക്കിലൂടെ 4ആം ട്രാക്കിലൂടെ ആയാവർമ്മ പാണ്ടിയുണ്ട് UBCയിൽ. നടുക്ക് 2ആം ട്രാക്കിലൂടെ പായിപ്പാടും കടന്നു പോവുകയാണ്. സുന്ദരമായ ഒരു മത്സരത്തിൽ വിധി പറയേണ്ടത് ജഡ്ജാണ്. മാന്യ ശ്രോതാക്കളെ, ആ വിധിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. 1ാമത് മേൽപ്പാടം ചുണ്ടൻ തന്നെ കടന്നുപോയി ഞങ്ങൾ പറയുന്നു. ബാക്കിയുള്ളതൊക്കെ ഇനി ജഡ്ജ്